നമസ്കാരം. ഇന്ത്യൻ ബാറ്റിംഗ് എന്നത് ഇപ്പോൾ നായകൻ രോഹിത് ശർമ്മയിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണോ എന്നാണ് പലരും സംശയിക്കുന്നത്. കാരണം സമീപകാലത്തെ ഇന്ത്യയുടെ മത്സരങ്ങൾ എടുത്താൽ ബാറ്റിങ്ങിൽ തിളങ്ങുന്നത് രോഹിത് മാത്രമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള പിച്ചായാലും രോഹിത്തിന് അത് പ്രശ്നമല്ല എന്നതാണ് സത്യം. വളരെ കൂളായി പേസ് സ്പിൻ ബൗളിങ്ങിനെ നേരിടുന്ന അദ്ദേഹം റൺസും വാരിക്കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഇത്ര പ്രായമായിട്ട് പോലും രോഹിത്തിനെ കുറിച്ചുള്ള ഒരു വിരമിക്കൽ വാർത്ത പോലും വരാതിരിക്കുന്നത്. മറ്റുള്ള താരങ്ങളെക്കാൾ എത്രയോ മുൻപിലാണ് ഇന്ന് രോഹിത് ശർമ്മ. ഇന്ത്യൻ ടോപ്പ് 3 എടുത്താൽ വിശ്വസിക്കുന്നയാൾ രോഹിത് മാത്രമാണെന്നതാണ് ഈ വർഷത്തെ കണക്കുകൾ തന്നെ പറയുന്നത്. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി എന്നിവരുടെ ഈ വർഷത്തെ പ്രകടനം എടുക്കുകയാണെങ്കിൽ 3 ഫോർമാറ്റുകളിലും ബാറ്റിങ്ങിൽ സ്ഥിരത പുലർത്തിയത് രോഹിത് മാത്രമാണ്. എന്നാൽ ഇത് വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ടോപ്പ് 3യിൽ അഴിച്ചുപണികൾ ആവശ്യമാണെന്ന് തന്നെയാണ് ഈ ഒരു കണക്കുകൾ പറയുന്നത്. T20യിൽ ഈ വർഷം രോഹിത്തിൻ്റെ ശരാശരി 42ഉം സ്ട്രൈക്ക് റേറ്റ് 160ഉമാണ്. എന്നാൽ ഗില്ലിന് 38 മാത്രമേ ശരാശരിയായി ഉള്ളൂ. സ്ട്രൈക്ക് റേറ്റ് 133. കോഹ്ലിയുടെ കാര്യമാണ് പരിതാപകരം. 18 എന്ന ദയനീയ ശരാശരിയും 119 എന്ന മോശം സ്ട്രൈക്ക് റേറ്റുമാണ് കോഹ്ലിക്ക് സ്വന്തമായി ഉള്ളത്. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം ഈ ഫോർമാറ്റിൽ നിന്നും രോഹിത്തും കോഹ്ലിയും വിരമിച്ചതിനാൽ തന്നെ ഈ കണക്കുകൾക്ക് ഇനി പ്രസക്തിയില്ല. പക്ഷേ ഏകദിനം, ടെസ്റ്റ് എന്നിവയിൽ കോഹ്ലിയുടെ പ്രകടനം അത്ര ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഏകദിനത്തിൽ ഈ വർഷം 52.33 എന്ന മികച്ച ശരാശരിയാണ് രോഹിത്തിൻ്റേത്. 141 സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിനുണ്ട്. ഗില്ലിൻ്റെ ഏകദിന ശരാശരി 19ഉം സ്ട്രൈക്ക് റേറ്റ് 61ഉമാണ്. കോഹ്ലിയുടേതാകട്ടെ ഏകദിന റെക്കോർഡും പരിതാപകരമാണ്. ഈ വർഷം ഏകദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി വെറും 19.33 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റ് 84. ടെസ്റ്റ് ക്രിക്കറ്റിലെ പ്രകടനം നോക്കിയാൽ അവിടെ രോഹിത്തിൻ്റെ ശരാശരി 45.5ആണ്. മറ്റ് 2 ഫോർമാറ്റുകളെ അപേക്ഷിച്ച് ടെസ്റ്റിൽ ഗില്ലിൻ്റെ ശരാശരി ഭേദമാണ്. 49.8 ശരാശരിയോടെയാണ് അദ്ദേഹം ഈ വർഷം സ്കോർ ചെയ്തിട്ടുള്ളത്. കോഹ്ലിയുടെ പ്രകടനം റെഡ് ബോൾ ക്രിക്കറ്റിലും ദയനീയം തന്നെ. 29 മാത്രമാണ് ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ശരാശരിയായി പറയാനുള്ളത്. സമാപിച്ച T20 ലോകകപ്പിലും ഏറ്റവും അവസാനമായി കളിച്ച ഏകദിന പരമ്പരയിലുമെല്ലാം രോഹിത്താണ് ബാറ്റിങ്ങിൽ മിന്നിത്തിളങ്ങുന്നത്. ഇന്ത്യ ചാമ്പ്യന്മാരായ T20 ലോകകപ്പിൽ ടീമിന് ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തത് രോഹിത് ആയിരുന്നു. ടൂർണമെൻറ്റിലെ റൺവേട്ടക്കാരിൽ അദ്ദേഹം 2ാം സ്ഥാനത്തും ഉണ്ടായിരുന്നു. 8 മത്സരങ്ങളിൽ നിന്നും 36.71 ശരാശരിയിൽ 156.70 സ്ട്രൈക്ക് റേറ്റിൽ 257 റൺസാണ് രോഹിത് അടിച്ചെടുത്തത്. 3 50കളടക്കമാണ് ഇതെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം കോഹ്ലി ആകട്ടെ 151 റൺസ് മാത്രമാണ് ടൂർണമെൻറ്റിൽ നേടിയിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയുമായുള്ള ഫൈനലിലെ അർദ്ധ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബാറ്റിങ്ങിൽ അദ്ദേഹം ശരിക്കും ദുരന്തം തന്നെയായിരുന്നു. ലങ്കയുമായുള്ള കഴിഞ്ഞ ഏകദിന പരമ്പരയും രോഹിത് മോശമാക്കിയില്ല. 3 മത്സരത്തിൽ നിന്നും 52.33 ശരാശരിയിൽ 141.44 സ്ട്രൈക്ക് റേറ്റിൽ 187 റൺസോടെ അദ്ദേഹം പരമ്പരയിലെ ടോപ്പ് സ്കോററായി മാറുകയായിരുന്നു. 2 അർദ്ധ സെഞ്ചുറികളടക്കമാണ് ഇത്. ഗില്ലും കോഹ്ലിയും പരമ്പരയിൽ ദയനീയ പരാജയമാവുകയും ചെയ്തു. എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ ഭാവി ബാറ്റർമാരെ നമ്പി നടക്കാൻ പറ്റില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്.